Our next topic is purpose and audience in academic writing. തേർഡ് യൂണിറ്റിൽ ദി പ്രോസസ് ഓഫ് റൈറ്റിംഗ് എന്ന ടോപ്പിക്കായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പേർപ്പസ് ആൻഡ് ഓഡിയൻസ് ഇൻ അക്കാഡമിക് റൈറ്റിംഗ് എന്ന ഈ ടോപ്പിക്കാണ്. പേർപ്പസ് ആൻഡ് ഓഡിയൻസ്, അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ പേർപ്പസ് എന്തായിരിക്കണം, അതിൻ്റെ ഓഡിയൻസ് ആരൊക്കെ ആയിരിക്കണം എന്നതുകൂടെ ദി പ്രോസസ് ഓഫ് റൈറ്റിങ്ങിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇതിൽ ആദ്യം നോക്കാൻ പോകുന്നത് പേർപ്പസ് ഇൻ അക്കാഡമിക് റൈറ്റിംഗ് ആണ്. പേർപ്പസ് ഇൻ അക്കാഡമിക് റൈറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ റൈറ്റിങ്ങിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് എഴുതുന്നത്, നിങ്ങൾ എഴുതുന്നതിന് പിന്നിലുള്ള കാരണം എന്താണ്, ഇതാണ് പേർപ്പസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒരു ഐഡിയ നൽകിയതാണ്. നമുക്ക് എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. One of the earliest step in the process of writing. One of the earliest step in the process of academic writing. Process of academic writingൽ ആദ്യത്തെ സ്റ്റെപ്സിൽ ഒരെണ്ണമാണ് ഐഡൻറ്റിഫൈയിങ് ദ പേർപ്പസ് ആൻഡ് ഓഡിയൻസ് ഓഫ് യുവർ റൈറ്റിംഗ്. നിങ്ങളുടെ റൈറ്റിങ്ങിൻ്റെ പേർപ്പസ് എന്താണ്, അതിൻ്റെ ഓഡിയൻസ് ആരൊക്കെ ആയിരിക്കണം എന്നിവ മനസ്സിലാക്കുന്നത് അക്കാഡമിക് റൈറ്റിങ്ങിലെ ആദ്യത്തെ സ്റ്റേജുകളിൽ ഒന്നാണ്. നിങ്ങളുടെ എഴുത്തിൻ്റെ പേർപ്പസ്, ലക്ഷ്യം എന്താണ്, അതിൻ്റെ ഓഡിയൻസ്, നിങ്ങളുടെ റൈറ്റിംഗ് ആരെല്ലാം വായിക്കണം, ഏത് കാറ്റഗറി ഓഫ് പീപ്പിളിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നിങ്ങൾ ആ എഴുത്ത് തയ്യാറാക്കുന്നത് എന്നെല്ലാം എഴുതുന്നതിന് മുമ്പേ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ പേർപ്പസ് എന്ന വേർഡ്, പേർപ്പസ് മീൻ ചെയ്യുന്നത് ദ റീസൺ ഫോർ റൈറ്റിംഗ് എന്നതാണ്. അതായത് പേർപ്പസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ പേർപ്പസ് ഈസ് ദ റീസൺ ഫോർ റൈറ്റിംഗ്. നിങ്ങൾ എഴുതുന്നതിന് പിന്നിലുള്ള കാരണം, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ റൈറ്റിംഗ് തയ്യാറാക്കുന്നത്, അതിനെയാണ് പേർപ്പസ് എന്ന് പറയുന്നത്. ഇനി റൈറ്റിംഗ് ആരംഭിക്കുന്നതിന് മുമ്പേ അതിൻ്റെ പേർപ്പസ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിനായി റൈറ്റർ സ്വയം ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഒരു റൈറ്റിംഗ് ആരംഭിക്കുന്നതിന് മുമ്പേ നമ്മൾ എഴുതുന്ന റൈറ്റിങ്ങിൻ്റെ പേർപ്പസ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിനായി നമ്മൾ സ്വയം ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ബിഫോർ സ്റ്റാർട്ടിംഗ് ടു റൈറ്റ്, ആസ്ക് യുവർ സെൽഫ് യുവർ വർക്ക് ഈസ് ടു എക്സ്പ്ലെയിൻ ഓർ ഡിസ്ക്രൈബ് സംതിങ് ടു ദ റീഡർ, ടു പെർsuade the reader to think in a particular way, to inform the reader of something, to share your experiences with the reader. ഈ 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സ്വയം ചോദിക്കേണ്ടത്. എന്താണെന്ന് നോക്കാം. ടു എക്സ്പ്ലെയിൻ ഓർ ഡിസ്ക്രൈബ് സംതിങ് ടു ദ റീഡർ. വായനക്കാർക്ക് എന്തിനെങ്കിലും കുറിച്ച് എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയാണോ നിങ്ങളുടെ റൈറ്റിംഗ് പേർപ്പസ്? അല്ലെങ്കിൽ ടു പെർsuade ദ റീഡർ ടു തിങ്ക് ഇൻ എ പെർട്ടിക്കുലർ വേ. നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ തന്നെ റീഡേഴ്സിനെയും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണോ നിങ്ങളുടെ റൈറ്റിംഗ് പേർപ്പസ്? അതായത് നിങ്ങളുടെ ആശയങ്ങളെ അംഗീകരിക്കാൻ വായനക്കാരെ പ്രേരിപ്പിക്കുക എന്നതാണോ നിങ്ങളുടെ റൈറ്റിംഗ് പേർപ്പസ്? അതുമല്ലെങ്കിൽ ടു ഇൻഫോം ദ റീഡർ ഓഫ് സംതിങ്, അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻസ് റീഡേഴ്സിലേക്ക് എത്തിക്കുന്നതുമാവാം നിങ്ങളുടെ റൈറ്റിംഗ് പേർപ്പസ്. നെക്സ്റ്റ്, ടു ഷെയർ യുവർ എക്സ്പീരിയൻസസ് വിത്ത് ദ റീഡർ. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസും അതിൽ നിന്ന് നിങ്ങൾ ഉൾക്കൊണ്ട ഒരു പാഠവുമാണോ വായനക്കാരിലേക്ക് എത്തിക്കേണ്ടത്? അതുമായിരിക്കാം നിങ്ങളുടെ റൈറ്റിംഗ് പേർപ്പസ്. സോ ഇത്തരത്തിൽ എഴുത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്താണ് നമ്മുടെ റൈറ്റിംഗ് പേർപ്പസ് എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കണം. ഇത്തരത്തിൽ വ്യത്യസ്ത രീതിയിലുള്ള റൈറ്റിംഗ് പേർപ്പസ് ആയിരിക്കാം നമ്മുടെ റൈറ്റിങ്ങിനുള്ളത്. ഒന്നുകിൽ
എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ പേഴ്സുവേഡ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ, ഇത്തരത്തിലായിരിക്കും നമ്മുടെ റൈറ്റിംഗ് പേർപ്പസ് വരിക. ഇതിൽ ഏതാണ് നമ്മുടെ റൈറ്റിങ്ങിൻ്റെ പേർപ്പസ് എന്ന് എഴുതുന്നതിന് മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. Although the stated reason of an academic assignment is purely academic or educational, it serves certain social, rhetorical and career-related purposes as well. അക്കാഡമിക് അസൈൻമെൻറ്റിൻ്റെ പേർപ്പസ് അക്കാഡമിക് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ആയിരിക്കണം. അക്കാഡമിക് ഓർ എഡ്യൂക്കേഷണൽ, വിദ്യാഭ്യാസപരമായിട്ടുള്ളൊരു ലക്ഷ്യമാണ് ഒരു അക്കാഡമിക് റൈറ്റിംഗ് അസൈൻമെൻറ്റിന് ഉണ്ടായിരിക്കുക. എന്നാൽ ഇത് സോഷ്യൽ, റെട്ടറിക്കൽ ആൻഡ് കരിയർ റിലേറ്റഡ് പേർപ്പസസും സെർവ് ചെയ്യുന്നുണ്ട്. ഇതിന് സോഷ്യൽ, റെട്ടറിക്കൽ ആൻഡ് കരിയർ റിലേറ്റഡ് പേർപ്പസ് കൂടിയുണ്ട്. ഒരു അക്കാഡമിക് റൈറ്റിങ്ങിന് അല്ലെങ്കിൽ ഒരു അക്കാഡമിക് അസൈൻമെൻറ്റിന് എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ അക്കാഡമിക് പരമായിട്ടുള്ള പേർപ്പസ് മാത്രമല്ല, മറിച്ച് സോഷ്യൽ, റെട്ടറിക്കൽ അല്ലെങ്കിൽ കാരിയർ റിലേറ്റഡ് ആയിട്ടുള്ള പേർപ്പസ് കൂടി അത് സെർവ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് നമ്മളിനി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും. That is, achieving expertise in writing is crucial for you as a graduate insofar as many of the key learning outcomes of your college level education are directly or indirectly linked to writing. ഒരു ഗ്രാജുവേറ്റ് എന്ന നിലയിൽ റൈറ്റിങ്ങിൽ മികവ് കൊണ്ടുവരിക എന്നത് ഒരു ക്രൂഷ്യൽ പോയിൻ്റാണ്. നിങ്ങൾ കോളേജ് ലെവൽ എഡ്യൂക്കേഷനിൽ നിന്നും ആർജിച്ചെടുത്ത നോളേജ് നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസുമായി ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതായത് എത്രത്തോളം നോളേജ് ഒരു റൈറ്ററിനുണ്ടോ, താൻ പഠിക്കുന്ന ഡിസിപ്ലിനിൽ എത്രത്തോളം നോളേജ് ഒരു റൈറ്റർ ആർജിച്ചെടുത്തോ അത്രയും മികച്ചതായിരിക്കും ഒരു റൈറ്ററിൻ്റെ റൈറ്റിംഗ് എന്ന് പറയുന്നതും. അതുകൊണ്ട് തന്നെ ആസ് എ ഗ്രാജുവേറ്റ്, ഒരു ഗ്രാജുവേറ്റ് എന്ന നിലയിൽ നിങ്ങളുടെ സബ്ജക്ട്സുമായി ബന്ധപ്പെട്ട നോളേജ് എല്ലാം പഠിച്ചെടുക്കുക. അതിലൂടെ നിങ്ങളുടെ റൈറ്റിങ്സിലും മികവ് കൊണ്ടുവരിക എന്നതാണ് പറയുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ, ആസ് എ ഗ്രാജുവേറ്റ്, ഒരു ഗ്രാജുവേറ്റ് എന്ന നിലയിൽ നിങ്ങളുടെ റൈറ്റിംഗ് മികച്ചതാക്കാനായി നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റിലുള്ള അറിവുകളെല്ലാം പ്രാപ്തമാക്കുക. കാരണം ഒരുപാട് നോളജ് പ്രാപ്തമാക്കി കഴിഞ്ഞാലാണ് ആ സബ്ജക്റ്റിനെ നമുക്ക് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ അറിവ് എത്രത്തോളം ഉണ്ടോ അതാണ് നിങ്ങളുടെ റൈറ്റിങ്ങിലും റിഫ്ലക്റ്റഡ് ആകുന്നത്. സോ നിങ്ങളുടെ റൈറ്റിംഗ് മികച്ചതാക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന ഡിസിപ്ലിനുമായി, നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട നോളജസ് എല്ലാം അച്ചീവ് ചെയ്യുക എന്നതാണ്. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ സാരം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കാം. Further, writing skills closely related to the main aims of education. Producing employable graduates who are knowledgeable in their subject and capable of thinking independently and critically and making informed judgments. നമ്മൾ പറഞ്ഞു റൈറ്റിംഗ് പേർപ്പസ് എന്നത് എഡ്യൂക്കേഷണൽ ആണ്, അതുപോലെ തന്നെ അക്കാഡമിക് പരമാണ്. അതോടൊപ്പം തന്നെ അതിന് കാരിയർ റിലേറ്റഡ് ആയിട്ടുള്ള പേർപ്പസ് കൂടി ഉണ്ട് എന്ന്. അതായത് ഹയർ എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യം, ഹയർ എഡ്യൂക്കേഷൻ്റെ ഗോൾ എന്ന് പറയുന്നത് അതാത് സബ്ജക്ട്സിൽ നോളജബിൾ ആയിട്ടുള്ള എംപ്ലോയബിൾ ഗ്രാജുവേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ്. അതോടൊപ്പം സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിവുള്ളവരെയും വിമർശനാത്മകമായി ചിന്തിക്കാൻ കഴിവുള്ളവരെയും
അതോടൊപ്പം തന്നെ കാര്യങ്ങൾ നല്ല രീതിയിൽ ജഡ്ജ് ചെയ്യാൻ കഴിയുന്നവരെയും വാർത്തെടുക്കുക എന്നതാണ് ഹയർ എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യം. നമ്മൾ മുന്നേ പറഞ്ഞു, ഒരു സ്കോളർ അവർ പഠിക്കുന്ന സബ്ജക്ട്സുമായി ബന്ധപ്പെട്ട അറിവുകളെല്ലാം സ്വായത്തമാക്കിയാലേ മികച്ച രീതിയിൽ എഴുതുവാൻ കഴിയൂ എന്നത്. നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിൽ നോളജബിൾ ആയാൽ റൈറ്റിങ്ങും മികച്ചതാകും. നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിൽ നോളജബിൾ ആകണം എന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് ഹയർ എഡ്യൂക്കേഷൻ്റെ ഗോൾ എന്ന് പറയുന്നതും. പഠിക്കുന്ന സബ്ജക്റ്റിൽ നോളജബിൾ ആയിട്ടുള്ള എംപ്ലോയീസിനെ വാർത്തെടുക്കുക എന്നതാണ് ഹയർ എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യം. ഇത് തന്നെയാണ് നമ്മുടെ റൈറ്റിംഗ് മികച്ചതാക്കാനായി നമ്മൾ ചെയ്യേണ്ടതും. അതുകൊണ്ട് തന്നെ റൈറ്റിംഗ് സ്കിൽസ് ഹയർ എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമുക്ക് പറയാം. അതായത് അവരവരുടെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അറിവുകൾ ആർജിച്ചെടുത്ത ആൾക്ക് റൈറ്റിങ്ങിൽ മികവ് കാണിക്കാൻ കഴിയും എന്ന് മാത്രമല്ല, അതോടൊപ്പം ഹയർ എഡ്യൂക്കേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാനും കഴിയുന്നു. ഇതാണ് അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ സോഷ്യൽ അല്ലെങ്കിൽ കാരിയർ റിലേറ്റഡ് പേർപ്പസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. The rhetorical purpose of an academic writing assignment is to persuade the audience to think the way you want them to think. അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ സോഷ്യൽ അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള പേർപ്പസാണ് നമ്മൾ മുന്നേ പറഞ്ഞത്. ഇനി അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ റെട്ടറിക്കൽ പേർപ്പസ് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ റെട്ടറിക്കൽ പേർപ്പസ് ഇതാണ്: ടു പെർsuade ദ ഓഡിയൻസ് ടു തിങ്ക് ദ വേ യു വോണ്ട് ദം ടു തിങ്ക്. നമ്മൾ മുമ്പേ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നിങ്ങളുടെ റൈറ്റിംഗ് വായിക്കുന്ന ഓഡിയൻസിനെ നിങ്ങൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത്, അതായത് റൈറ്റർ എങ്ങനെയാണോ ചിന്തിക്കുന്നത്, അതുപോലെ തന്നെ റീഡേഴ്സിനെ, ഇവിടെ ഓഡിയൻസ് എന്ന് പറയുമ്പോൾ റൈറ്റിങ്ങിൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് റീഡേഴ്സാണ്. അപ്പോൾ ആ റീഡേഴ്സിനെയും അത്തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക എന്നതാണ് അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ റെട്ടറിക്കൽ പേർപ്പസ് എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, റൈറ്റർ എഴുതിയിട്ടുള്ള കാര്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ റീഡേഴ്സിനെ പ്രേരിപ്പിക്കുക എന്നതാണ് അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ റെട്ടറിക്കൽ പേർപ്പസ്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ റെട്ടറിക്കൽ പേർപ്പസ് എന്ന് പറയുന്നത് ഒരു റൈറ്റർ ഏത് രീതിയിലാണോ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ വായനക്കാരെയും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക എന്നതാണ്. അതായത് ആ റൈറ്റർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ റീഡേഴ്സിനെ പെർsuade ചെയ്യുക, പ്രേരിപ്പിക്കുക. The language of your writing, your arguments and explanations need to be convincing to the readers. നമ്മൾ പറഞ്ഞു, റൈറ്റർ ചിന്തിക്കുന്ന രീതിയിൽ തന്നെ റീഡേഴ്സിനെയും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഒരു റീഡർ നിങ്ങളുടെ അസൈൻമെൻറ്റ് വായിക്കുമ്പോൾ അയാൾക്ക് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അത്രയും വ്യക്തമായിരിക്കണം. ഉപയോഗിച്ചിട്ടുള്ള ലാംഗ്വേജ്, പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ്, എക്സ്പ്ലനേഷൻസ് എന്നിവ വ്യക്തവും അതോടൊപ്പം കൺവീൻസിങ്ങുമായിരിക്കണം. Next point. The purpose of your academic writing assignment is usually fixed by your instructor. ഇനി ഒരു അക്കാഡമിക് അസൈൻമെൻ്റ് ആണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ
അതിൻ്റെ പേർപ്പസ് എന്താണെന്ന് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് നൽകിയ ടീച്ചർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും. ഒരു റൈറ്ററിന് അയാളുടെ അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ പേർപ്പസ് എന്താണെന്ന് തീരുമാനിക്കാൻ കഴിയും. നമ്മൾ മുമ്പേ പറഞ്ഞ പ്രകാരം അത് എക്സ്പ്ലെയിൻ ചെയ്യാനോ ഇൻഫോം ചെയ്യാനോ പേഴ്സോഡ് ചെയ്യാനോ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാനോ ഒക്കെ ആകാം. അത് ആ റൈറ്ററിന് തീരുമാനിക്കാം. പക്ഷേ ഒരു അക്കാഡമിക് അസൈൻമെൻ്റ് ആണെങ്കിൽ, നമുക്ക് കോളേജിൽ നിന്ന് തരുന്ന ഒരു അസൈൻമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ പേർപ്പസ് എന്താണെന്നുള്ളത് ആ ഇൻസ്ട്രക്ടർ, നമ്മുടെ ടീച്ചേഴ്സാണ് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കുക. The purpose of your writing vary according to different disciplines. For instance, a student of literature is generally expected to interpret literary works using certain concepts and theories, whereas science students may be asked to explain nature of a phenomena. അതായത് ഡിസിപ്ലിൻ അനുസരിച്ച് അസൈൻമെൻറ്റിൻ്റെ പേർപ്പസിന് മാറ്റം വരും എന്നാണ് പറയുന്നത്. സബ്ജക്ട്സിനനുസരിച്ച്, നമ്മൾ പഠിക്കുന്ന സബ്ജക്ട്സിനനുസരിച്ച് നമ്മൾ തയ്യാറാക്കുന്ന അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ പേർപ്പസിനും വ്യത്യാസം വരുന്നു. ഫോർ എക്സാമ്പിൾ, ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ തയ്യാറാക്കുന്ന ഒരു അസൈൻമെൻറ്റിലൂടെ ലക്ഷ്യമിടുന്നത് ഏതെങ്കിലും ഒരു ലിറ്റററി വർക്കിനെ ലിറ്ററേച്ചറിലുള്ള തിയറീസോ അല്ലെങ്കിൽ കൺസെപ്റ്റ്സോ ഉപയോഗിച്ച് ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നതാണ്. ഏതെങ്കിലും ഒരു നോവലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോറി എടുത്തിട്ട് ലിറ്ററേച്ചറിൽ അവർ പഠിക്കുന്ന തിയറീസും കൺസെപ്റ്റ്സും വെച്ചുകൊണ്ട് പുതിയ അനുമാനങ്ങൾ കൊണ്ടുവരിക എന്നതാണ് ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ഒരു അസൈൻമെൻറ്റ് ചെയ്യുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. അതേസമയം സയൻസ് സ്റ്റുഡൻസ് ആണെങ്കിൽ അസൈൻമെൻറ്റ് പേർപ്പസ് ഒരു ഫെനോമിനനെ കുറിച്ച്, അതായത് ഏതെങ്കിലും പ്രതിഭാസങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക എന്നതാണ്. ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും പ്രതിഭാസങ്ങളെ കുറിച്ചിട്ടുള്ള ഫാക്ട്സ് എല്ലാം ഫൈൻഡ് ചെയ്യുക എന്നതാണ് ഒരു സയൻസ് സ്റ്റുഡൻറ് അസൈൻമെൻറ്റ് ചെയ്യുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. സോ റൈറ്റിംഗ് പേർപ്പസ് ചേഞ്ച് അക്കോർഡിംഗ് ടു ഡിസിപ്ലിൻസ് എന്നതാണ് ലാസ്റ്റ് പോയിന്റ്. ഓക്കെ, താങ്ക് യു.